ഹലോ ഹായ് വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ സ്ക്വിഡ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ കണവ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ ഒരു 1/2 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഫ്രഷായിട്ട് കഴുകി നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നന്നായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കണവ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം കണവ ഏതാണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോഴൊന്ന് ഹൈ ഫ്ലെയിമിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോഴ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ചട്ടിയിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള പ്രിപ്പറേഷനും ചെയ്യുന്നത്. ഇനി ആവശ്യമായിട്ടുള്ളത് 2 തക്കാളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 2 വലിയ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ആ ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വിഭവങ്ങൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നാടൻ വിഭവത്തിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന 2 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോയുടെ കണക്കാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് അധികം എടുക്കുന്നുവെങ്കിൽ അതനുസരിച്ച് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളിയും കറിവേപ്പിലയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് എടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കണവയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കണവയും സവാളയിലൊക്കെ കിടന്ന് നന്നായിട്ട് കണവ ഒന്ന് സോഫ്റ്റ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ദേ കണവയെല്ലാം നല്ല വെന്ത് ആ സവാളയായിട്ടൊക്കെ പിടിച്ചൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലിയാണ് ഇട്ട് വയ്ക്കുന്നത്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ആ പൊടിയൊക്കെ കരിഞ്ഞ് ഒരു വല്ലാത്തൊരു ചുവ വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയെല്ലാം ആ കണവയിലും എല്ലാമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം, അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കണവയെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് തക്കാളിയും കറിവേപ്പിലയും ഉണ്ടല്ലോ, അതുകൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. നല്ല വരട്ടി എടുക്കണം. ഇപ്പം നന്നായിട്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വരട്ടി നമ്മൾ എടുക്കണം. അപ്പോഴേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ലാസ്റ്റ് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെച്ചേക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് സെർവ് ചെയ്യാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി സ്ക്വിഡ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.